ദൈവത്തിരുനാമത്തിനായി മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 33-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഈ 33-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ 40 വർഷത്തെ മരുഭൂ യാത്രയിൽ അവർ പാളയമടിച്ച സ്ഥലങ്ങളുടെ സംഖ്യയാണ് കൊടുക്കുന്നത്. ആ സ്ഥലങ്ങളുടെ പേര് മോശ എഴുതി വയ്ക്കുകയാണ്. 40 വർഷം കൊണ്ട് 40 സ്ഥലത്ത് അവർ പാളയം അടിക്കേണ്ടി വന്നു. യാത്ര പുറപ്പെട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കനാനിൽ പ്രവേശിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചതാണ്. എന്നാൽ അവരുടെ അവിശ്വാസ നിമിത്തം അത് സാധിച്ചില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. യോശുവയും കാലേബും ഒഴികെ മറ്റെല്ലാവരും കനാനിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതിൽ അവിശ്വസിച്ചവരാണ്. ദൈവത്തിൻ്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങുകയും അതിൻ്റെ പരിണിതഫലമായി പിന്നെ 38 വർഷം കൂടി അവർ അലിഞ്ഞ് മരുഭൂമിയോട് നടക്കേണ്ട സാഹചര്യം വരുന്നതായി നമ്മൾ കാണുന്നു. ദൈവത്തോടവർ മത്സരിക്കുകയും അതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഈ 40 സ്ഥലത്ത് അവർ പാളയമടിച്ചപ്പോഴും അവിടെയെല്ലാം കൂടാരത്തിന്മേൽ ദൈവത്തിൻ്റെ തേജസ് വന്ന് ആവസിക്കുന്നതും ദൈവം അവരെ വഴി നടത്തുന്നതും ഒക്കെ അവർ അനുഭവിച്ചവരാണ്. ഓരോ വർഷവും സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്മേൽ ദൈവത്തിൻ്റെ തേജസ് വന്ന് അവർക്ക് അറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവം അവരെ വഴി നടത്തി. എങ്കിലും വീണ്ടും ജീവിതത്തിൻ്റെ ഓരോ ചെറിയ സാഹചര്യങ്ങൾ വരുമ്പോഴും അവർ ദൈവത്തോട് അകലുകയും മത്സരിക്കുകയും പിറുപിറുക്കുകയും ഒക്കെ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മളും അപ്രകാരം തന്നെയല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും നന്മയുടെയൊക്കെ അനുഭവങ്ങളെ വിസ്മരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ദൈവത്തോട് മത്സരിക്കുന്ന മനോഭാവത്തിൽ ഞാനും നിങ്ങളും കടന്നു വരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ 40 വർഷത്തിൽ 32 വർഷം അഹ്റോൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. 32-ാം വർഷത്തിൽ അഹ്റോനെ ഹോർമലയിൽ അവരെത്തി പാളയം പിടിച്ച് അവിടെ വെച്ചാണ് അഹ്റോൻ്റെ മരണം സംഭവിക്കുന്നത്. ആ മരണം സംഭവിക്കുമ്പോൾ അഹ്റോന് 123 വയസ്സ് പ്രായമായിരുന്നു എന്നും ആ മരിച്ച ഡേറ്റും മോശ കുറിച്ച് വെക്കുന്നു. 40-ാം വർഷം 5-ാം മാസം 1-ാം തീയതിയാണ് അഹ്റോൻ്റെ മരണം സംഭവിക്കുന്നത്. പിന്നീട് 8 സ്ഥലങ്ങളിലൂടെ അവർ കൂടാരമടിച്ച് പാളയമടിച്ച് അവർ താമസിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് 40-ാം വർഷം അവർ കനാനിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടാവുന്നത്. ഈ 40 വർഷത്തെ ഈ പാളയമടിച്ച കാര്യങ്ങളൊക്കെ മോശ അവരെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം വഴി നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് പുറകോട്ട് ചിന്തിക്കുന്നതിനാണ്. മിസ്രൈമിൽ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് ആദ്യത്തെ പെസഹ കഴിഞ്ഞ് 1-ാം മാസം 15-ാം തീയതി യാത്ര റമസേസ് സ്ഥലത്ത് നിന്ന് അവർ ആരംഭിച്ചവരാണ്. 14-ാം തീയതി 1-ാം മാസം 14-ാം തീയതിയാണ് എല്ലാ വർഷവും പിന്നെ പെസഹ പെരുന്നാളായി അവർ കൊണ്ടാടേണ്ടത്. കാരണം ദൈവം നടത്തിയ വിടുതൽ അവർ അനുസ്മരിക്കുകയാണ്. ഈ 40 വർഷവും ദൈവം വഴി നടത്തിയത് ജനം ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോശ ഇതൊക്കെ കുറിച്ചു വെക്കുന്നത്. ഓരോ സ്ഥലത്തും ദൈവം വഴി നടത്തിയതായ കാര്യങ്ങളും അനുഭവങ്ങളും നമ്മളും നമ്മുടെ ജീവിതത്തിൽ പുറകോട്ടുള്ള സംഭവങ്ങളെ ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. നാം ജനിച്ചപ്പോൾ മുതൽ നമുക്ക് ഓർമ്മ വെച്ച നാളുകൾ മുതൽ ദൈവം നമ്മെ വഴി നടത്തിയതായ കാര്യങ്ങൾ, പ്രാപിച്ചതായ അനുഗ്രഹങ്ങൾ ഒക്കെ ദൈവത്തിൽ ഇത് സമർപ്പിച്ച ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോഴാണ് ദൈവം വഴി നടത്തിയതായ പിന്നിട്ട വഴികളെ ഓർക്കുമ്പോഴാണ് മുന്നോട്ട് നടക്കാനുള്ള പ്രത്യാശയും
ഒക്കെ നമുക്ക് ലഭിക്കാൻ കാരണമായിട്ട് തീരുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഈ സ്ഥലവിലയിന് ശേഷം മോശ അവിടെ യഹോവയായ ദൈവം പറയുന്നു, നിങ്ങൾ ചെന്നെത്തുന്നതായ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെയുള്ള ജാതികളുടെ അവരെയൊക്കെ നിങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിങ്ങളെ ദേശം സ്വന്തമാക്കണം. അവിടെ ഉണ്ടായിരുന്നതായ കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങളും ലോകങ്ങൾക്കുള്ള വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ നശിപ്പിച്ച് കളയുന്നൊന്നും ശേഷിപ്പിക്കരുത്. കാരണം വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും ആരുമായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. ആ കാര്യത്തിൽ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മറ്റുള്ളതായ ആ അവശിഷ്ടങ്ങളൊന്നും കാണുമ്പോൾ വീണ്ടും അന്യദൈവത്തിലേക്കൊക്കെ നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ശേഷിപ്പ് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ ചെന്നതിന് ശേഷം ഗോത്രമായിട്ട് നിങ്ങൾ നറുക്കിട്ട് ദേശം നിങ്ങൾ അവകാശമാക്കണം. അത് വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും അവരുടെ ആളെണ്ണം അനുസരിച്ച് അത് ചെയ്യണം. അത് നറുക്കിടുമ്പോൾ ഏത് സ്ഥലമാണെന്നുള്ളത് വാസ്തവത്തിൽ നിശ്ചയിക്കുന്ന ദൈവം തന്നെയാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരമല്ല, ദൈവനിശ്ചയപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥലത്ത് വേണം നിങ്ങൾ താമസിക്കുവാൻ. അതാണ് നിങ്ങളുടെ അവകാശം. അവിടെയാണ് നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പോൾ പിതൃഗോത്രത്തിനനുസരിച്ച് ദേശം അവകാശമാക്കണമെന്നും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളവിടെ ചെല്ലുമ്പോൾ ആ തദ്ദേശവാസികളെ അവിടെ നിന്ന് ഓടിച്ചു കളയണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ഒരു സൂചി പോലെ അവർ നിങ്ങളോട് പിന്നീട് പെരുമാറാൻ കാരണമാകും, വിശ്വാസപരമായ കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ പാപത്തോട് പൂർണ്ണമായി നിങ്ങൾ വിടുതൽ പ്രാപിക്കണം. പാപകരമായ ഒന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ വിശുദ്ധ ജനമാണ്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ദൈവം ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ആ ഒരു അവസ്ഥയിൽ വേണം നിങ്ങൾ അവിടെ ജീവിക്കുവാൻ. നിങ്ങൾ അങ്ങനെ അപ്രകാരം ആ പാപത്തോട് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുന്നില്ല എങ്കിൽ ജാതികളോട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അത് തന്നെ ഞാൻ നിങ്ങളോടും ചെയ്യേണ്ടി വരും. അങ്ങനെ മോശ മുഖാന്തരം അവർക്ക് അറിയിപ്പ് കൊടുത്ത് ആ ഭാഗമാണ് 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വേദഭാഗത്തിൽ നമ്മളും ദൈവം വഴി നടത്തിയതായ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം നമ്മൾ അതെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് പാപകരമായ എല്ലാത്തിനെയും പൂർണ്ണമായി നമ്മളിൽ നിന്ന് നമ്മൾ നീക്കിക്കളഞ്ഞ് വിശുദ്ധിയുടെ അനുഭവത്തോടെ ജീവിപ്പാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, പാപമംഗലമായ ഈ ഭൂമിയിലെ വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.